Assalamu Alaikum. Welcome to Max class. We can start our class with dua for knowledge. Rabbi yassir, wala tuyassir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. Today we are going to learn a new chapter, that is chapter 12, ratio and proportion. What do you mean by ratio? First, നമ്മൾ ratio and proportion എന്ന് പറയുന്ന രണ്ട് terms ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത്. So, first of all, we are going to learn what is a ratio. Before that, I'm saying an introduction that in our daily life, many times we compare two quantities of the same type. For example, Anvi and Shari collected flowers for scrap notebook. Avani collected 30 flowers and Shari collected 45 flowers. So we may say that Shari collected 15 more flowers than Avani. That means എന്താണ്, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും കമ്പയർ ചെയ്യാറുണ്ടല്ലേ. ചിലപ്പോൾ അയാളുടെ ഹൈറ്റ് എൻ്റെ ഹൈറ്റിനെക്കാട്ടിലും ഇത്ര സെൻറ്റിമീറ്റർ കുറവാണ്, അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ ആൻഡ് സിസ്റ്ററുടെ ഏജ് തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട്. ദ സിസ്റ്റേഴ്സ് ഏജ് ഈസ് 12 ആൻഡ് ദ ബ്രദേഴ്സ് ഏജ് ഈസ് 18, സോ 6 more years than her എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ സെയിം യൂണിറ്റിലുള്ള സെയിം കാര്യത്തിന് ഒന്നെങ്കിൽ വയസ്സായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഹൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ലെങ്ത് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സെയിം യൂണിറ്റുള്ള കാര്യങ്ങളെ വിൽ കമ്പയർ ദാറ്റ് യൂസിങ് സെയിം യൂണിറ്റ് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഹിയർ ദേ ഷോയിങ് വൺ എക്സാമ്പിൾ ദാറ്റ് Avani and Shari collected for flowers for scrap book. സ്ക്രാപ്പ് ബുക്ക് നോട്ട്ബുക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആവണിയും എന്താണ് ഷാരിയും സം ഫ്ലവേഴ്സ് കളക്റ്റഡ് ആൻഡ് ആവണി കളക്റ്റഡ് 30 ഫ്ലവേഴ്സ്. ആവണി എത്രയാണ് കളക്ട് ചെയ്തത്? 30 flowers and Shari collected 45 flowers. Then we can say that 45 minus 30, that is 15 ഫ്ലവേഴ്സ് ആണ് ആര് ഷാരി കൂടുതലായിട്ട് അവനെക്കാട്ടിലും കളക്ട് ചെയ്തത് 15 ആണ്. അപ്പോൾ നമ്മൾ ദാറ്റ് കമ്പാരിസൺ ഹിയർ ദ ഡിഫറൻസ് വി ടേക്കൺ ആസ് യൂസിങ് സബ്ട്രാക്ഷൻ അല്ലേ. നമ്മൾ സബ്ട്രാക്ഷൻ ഡിഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ ആ കമ്പാരിസൺ പറഞ്ഞത്. രണ്ട് നമ്പറും നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ടായിരുന്നു ആ കമ്പാരിസൺ നമ്മൾ പറഞ്ഞിരുന്നത്. ആൻഡ് ഓൾസോ if height of Rahim is 150 centimeter, that of Avani is 140 centimeter, then we may say that the height of Rahim is 10 centimeter more than Avani. ഇനി നമ്മൾ ഹൈറ്റിൻ്റെ കേസ് പറയുവാണെങ്കിൽ ഹിയർ റഹീം എന്ന് പറയുന്ന ഒരാൾക്ക് 150 സെൻറ്റിമീറ്റർ ഉണ്ട് ആൻഡ് ആവനി ഹാവ് 140 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു ഹൈറ്റ് ഈസ് 10 centimeter. That means we using subtraction for comparing that. We took the difference. Okay. If we wish to comparison by taking, this is one way of comparison of taking difference. Difference use ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് ഈ രണ്ട് എക്സാമ്പിളിൽ നമ്മൾ കണ്ടത്. And if we wish to compare the length of an ant and an grasshopper, taking the difference does not express the comparison. The grasshopper's length typically 4 cm to 5 cm is too long as compared to ant length which is few millimeter. Comparison will be better if we try to find out how many ants can be placed one behind the other to match the length of a grasshopper. So we can say that 20 to 30 ants have the same length as a grasshopper. That means നമ്മൾ ആദ്യത്തെ രണ്ട് എക്സാമ്പിളിൽ നമ്മൾ കമ്പാരിസൺ സബ്ട്രാക്ട് ചെയ്ത് ഡിഫറൻസ് എടുത്ത് കമ്പയർ ചെയ്തു. ഇൻ ദ കേസ് ഓഫ് ദിസ് ആൻഡ് ആൻഡ് ഗ്രാസ്ഹോപ്പർ വി കാൺട്ട് എക്സ്പ്രസ് ദാറ്റ് ഡിഫറൻസ് യൂസിങ് സബ്ട്രാക്ഷൻ. ആ ഡിഫറൻസ് എടുത്തിട്ട് നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഗ്രാസ്ഹോപ്പർ എന്ന് പറഞ്ഞാൽ ആൻറ്റിനെക്കാട്ടിലും ഒരുപാട് വലുതാണ്. അപ്പം നമുക്ക് ആൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫ്യൂ മില്ലിമീറ്റേഴ്സ് മാത്രമാണ്. അതല്ല ഗ്രാസ്ഹോപ്പറിനെന്ന് പറയുന്നത് 4 cm to 5 cm ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഒരു കമ്പാരിസൺ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ instead of that taking the difference, we can say that
how many ants can be placed instead of placed one behind the other to match the length of the grasshopper? അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ഇത്ര ആൻഡുകൾ നിരത്തി നിർത്തുമ്പോഴത്തേക്കും അതിൻ്റെ ലെങ്ത് ഒരു ഗ്രാസ് ഹോപ്പറിൻ്റെ ലെങ്തുമായിട്ട് ഈക്വൽ ആണ്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യാം. ഹൗ മെനി ടൈംസ് എന്നുള്ള, ഹൗ മെനി നമ്പേഴ്സ് എന്നുള്ളത് നമുക്ക് അവിടെ ദാറ്റ് കൺസെപ്റ്റ് വി ക്യാൻ ടേക്ക് ദെയർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള. സോ അതിൽ നിന്ന് നമുക്ക് പറയാം 20 to 30 ants have the same length as a grasshopper. Consider another example. Cost of a car is 2,50,000 and the cost of a motorbike is 50,000. If we calculate the difference between the cost, it is 2 lakh. If we compare by division, that is ഒരു കാറിൻ്റെ വില എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2,50,000, ഒരു ബൈക്കിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പാരിസൺ ഡിഫറൻസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പറയാം എന്ത്, 2,50,000 minus 50,000, that is 2 lakh. That is 2 lakh അല്ലേ? ആൻഡ് ഇത് സെയിം തിങ് വി ആർ കമ്പയറിങ് ഇറ്റ് ബൈ ഡിവിഷൻ. ഡിവിഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ വി ക്യാൻ സേ, എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യും, 2,50,000 ഡിവൈഡഡ് ബൈ 50,000, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5/1 എന്ന് കിട്ടും. 5/1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് we can say that the cost of a car is 5 times the cost of the motorbike. Cost of the car എന്ന് പറഞ്ഞാൽ മോട്ടോർ ബൈക്കിനെക്കാട്ടിലും എത്ര ടൈം കൂടുതലാണ്, 5 times കൂടുതലാണെന്ന് നമുക്ക് പറയാം. Isn't it? In certain situations, comparison by division makes better sense than comparison by taking the difference. അതായത് നമ്മൾ ആദ്യം കമ്പാരിസൺ ബൈ ഡിഫറൻസ് ആയിരുന്നു എക്സാമ്പിൾ പറഞ്ഞിരുന്നത്. ആൻഡ് ദിസ് സിറ്റുവേഷൻ, ഇൻ സർട്ടൺ സിറ്റുവേഷൻസ്, ഒരുപാട് സിറ്റുവേഷൻസിൽ കമ്പാരിസൺ ബൈ ഡിവിഷൻ ഈ മേക്ക് ബെറ്റർ സെൻസ് ദാൻ കമ്പാരിസൺ ബൈ ടേക്കിംഗ് ദ ഡിഫറൻസ്. അതായത് ഡിഫറൻസ് എടുത്തിട്ടുള്ള കമ്പാരിസണേക്കാട്ടിലും പല ഏരിയാസിലും കമ്പാരിസൺ ബൈ ഡിവിഷൻ ആയിരിക്കും മോർ സ്യൂട്ടബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ദിസ് കമ്പാരിസൺ ബൈ ഡിവിഷൻ ഈസ് ദ റേഷ്യോ. നമ്മളിങ്ങനെ ഡിവിഷൻ യൂസ് ചെയ്ത് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ ആ ടേം യൂസ് ചെയ്യുന്നത്. വിച്ച് ടേം? ദാറ്റ് ടേം ഈസ് കോൾഡ് റേഷ്യോ. ദിസ് ഈസ് കോൾഡ് റേഷ്യോ. അപ്പോൾ റേഷ്യോ എന്താണെന്ന് മനസ്സിലായല്ലോ. ദ കമ്പാരിസൺ ബൈ ഡിവിഷൻ ഈസ് കോൾഡ് റേഷ്യോ. ആൻഡ് next section is ratio. What do you mean by ratio? We compared the two quantities in terms of how many times. This comparison is known as the ratio, and we denote use ratio using the symbol 2 dots. Did you see this? ഈ 2 ഡോട്ട് യൂസ് ചെയ്താണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്ന കാര്യം, അതിൻ്റെ സിമ്പിളാണ്. ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റേഷ്യോ പറയുന്നത്. ആൻഡ് ദിസ് സിമ്പിൾ ഈസ് കോൾഡ് ഈസ് ടു. ഈസ് ടു എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്, ഈസ് ടു. Okay, so what do you mean by ratio? If we compared the two quantities in the terms of how many times, that comparison is known as ratio, and the symbol for this is called is to. അതായത് നമ്മൾ how many times, ഇത് ഇന്ന കാര്യം ഇതിനേക്കാളും ഇത്ര ടൈംസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ മാർക്ക് മറ്റൊരാളുടെയും കാട്ടി ഇത്ര ടൈംസ് കൂടുതലാണ് എന്ന് പറയുന്ന ഹൗ മെനി ടൈംസ് യൂസ് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് വി കോൾ ഇറ്റ് എസ് റേഷ്യോ. ആ റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ പോകുന്നത്. ദെൻ എന്താണ്, നമുക്ക് കുറേ പ്രോബ്ലംസ് റേഷ്യോ ബേസ് ചെയ്ത് ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ, Isha's weight is 25 kg and her father's weight is 75 kg. How many times father's weight of Isha's weight? അതായത്
ഫാദേഴ്സ് വെയിറ്റ് എന്ന് പറയുന്നത് ഇഷാസ് വെയിറ്റിനേക്കാളും എത്ര ടൈംസ് കൂടുതലാണ്, എത്ര ടൈംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അതിനെ ഡിവിഷൻ യൂസ് ചെയ്താണ് ഫൈൻഡ് ചെയ്യുന്നത്. ഫാദേഴ്സ് വെയിറ്റ് ഈസ് 75 kg ആൻഡ് ഇഷാസ് വെയിറ്റ് ഈസ് 25 kg. ഇറ്റ് ഈസ് നമ്മൾ ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കുമ്പോഴത്തേക്ക് we will get 3/1. That means 3 times. 25-ന്റെ 3 times ആണ് 75 എന്ന് പറയുന്നത്. So father's weight is 3 times that of Isha's weight. ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ടൈംസ് അല്ലേ നമ്മൾ അവിടെ നോക്കിയത്. Another example, cost of a pen is ₹10 and cost of a pencil is ₹2. How many times the cost of a pen that of a pencil? അതായത് ഒരു പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് 2 rupees-ഉം ഒരു പെന്നിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10 rupees-ഉം ആണ്. അപ്പോൾ പെൻസിലിൻ്റെ എത്ര ടൈംസ് കൂടുതലാണ് പെന്നിൻ്റെ റേറ്റ്, അല്ലെങ്കിൽ പെൻസിലിൻ്റെ റേറ്റിൻ്റെ എത്ര ടൈംസ് ആണ് പെന്നിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്? ഹൗ വിൽ യു സേ ദാറ്റ്? ദ റേഷ്യോ ഓഫ് ദാറ്റ് then the ratio of the father's weight to Isha's weight is ഈ 3/1 എന്ന് പറയുന്ന ഫ്രാക്ഷനിൽ എഴുതിയിരിക്കുന്ന this thing we can write it as ratio 3:1. 3/1 എന്ന് പറയുന്ന that fraction we can change it into ratio by writing 3:1. This is called 3:1. Okay, and in the case of the second example, that is cost of pen to cost of pencil. So the ratio of cost of pen to cost of pencil is equal to 10/2. That is equal to എത്ര വരും? 5/1. That is equal to 5:1 ratio. So from this section we can say that the ratio of cost of pen to cost of pencil is 5:1 ratio. So this is the concept of a ratio. In the next class we can do many problems based on this ratio. So today I am going to wind up our class. Today's class is over. Assalamu Alaikum.